എന്താണ് മെറ്റീരിയൽ ഹാപ്പിനെസ് ആൻഡ് സബ്ജക്റ്റീവ് ഹാപ്പിനെസ്? മെറ്റീരിയൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വസ്തു വാങ്ങുമ്പോഴോ എന്തെങ്കിലും ഒരു വസ്തു ഓൺ ചെയ്യുമ്പോഴോ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്സിനെയാണ് അല്ലെങ്കിൽ ഒരു ഡോപ്പമിൻ ഹിറ്റിനെയാണ് നമ്മൾ മെറ്റീരിയൽ ഹാപ്പിനെസ് എന്ന് പറയുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനീസ് വർഷങ്ങളായിട്ട് നമ്മുടെ തലച്ചോറിനുള്ളിലേക്ക് കുത്തി നിറച്ച് വെച്ചിരിക്കുന്ന ഒരു മാർക്കറ്റിംഗ് തന്ത്രത്തിനെ പറയുന്നത്. എന്നാൽ അതേസമയം സബ്ജക്റ്റീവ് ഹാപ്പിനെസ് എന്തായിരിക്കും? അത് കുറച്ചും കൂടെയൊക്കെ ഒരു ഇന്നറാണ്. നമ്മുടെ തലച്ചോറിനുള്ളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ റിലേഷൻഷിപ്സ്, നമ്മുടെ പേഴ്സ്പെക്റ്റീവ്, ഇതിനെയൊക്കെ ബന്ധപ്പെടുത്തിയിരിക്കുന്ന ഒരു ഹാപ്പിനെസ്സിനാണ് നമ്മൾ സബ്ജക്റ്റീവ് ഹാപ്പിനെസ് എന്ന് പറയുക. ഉദാഹരണത്തിന്, നിങ്ങൾക്കൊരു കാർ വാങ്ങുമ്പോഴോ ഒരു പിസ്സ കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഫോൺ വാങ്ങുമ്പോഴോ ആണ് നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടുന്നതെങ്കിൽ അത് മെറ്റീരിയൽ ഹാപ്പിനെസ് ആണ്. കാരണം അത് നമ്മുടെ റിയാലിറ്റിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫിസിക്കൽ വേൾഡിലുള്ള ഒരു മെറ്റീരിയൽ ഒബ്സഷനോട് കൂടിയുള്ള ഒരു ഹാപ്പിനെസ് ആണ്. അതേസമയം സബ്ജക്റ്റീവ് ഹാപ്പിനെസ് എന്തായിരിക്കും? നിങ്ങൾക്ക് ഒരാളോടൊരു ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള ഒരാളുടെ സന്തോഷമാണ് നിങ്ങളുടെ ഹാപ്പിനെസ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സബ്ജക്റ്റീവ് ഹാപ്പിനെസ്. അത് പലർക്കും പലതായിരിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ സബ്ജക്റ്റീവ് ഹാപ്പിനെസ് കുറച്ചും കൂടി ഒരു ഇന്നറാണ്, ഒരു പേഴ്സ്പെക്റ്റീവ് ബേസ്ഡ് ആണ്. അതൊരിക്കലും ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരു കോട്ടൺ ക്യാൻഡി പോലെയാണ്. ഇതൊരു ബ്രൈറ്റാണ്, ഫ്ലഫിയാണ്. അതേസമയം സബ്ജക്റ്റീവ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരു വെജിറ്റബിൾ ഗാർഡൻ പോലെയാണ്, ഒരു പച്ചക്കറി തോട്ടം പോലെ. വളർത്തിയെടുക്കാൻ കുറച്ച് പാടാണെങ്കിലും അത് വേർത്താണ്.